ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 42-ാമത്തെ ദിനം. കൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 42-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും അധിക ദൂരമില്ല നമ്മുടെ യാത്ര അവസാനിക്കുവാൻ. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു യാത്ര നമുക്ക് ഇനി അത്യാവശ്യമാണ്. ദൈവത്തെ മുൻനിർത്തി നമ്മുടെ യാത്രകളായിരിക്കുമ്പോൾ തീർച്ചയായും ആ യാത്ര പര്യവസാനിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ അനുഭവമായിരിക്കും. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. യേശു മാർത്തയോട് പറഞ്ഞതായ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു മാർത്തയോട് പറഞ്ഞ വാക്കുകൾ അതിശയകരമാണ്. യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് യേശു കർത്താവ് പറയുന്നത് വെറും ആശ്വാസവാക്കുകളല്ല, അത് ഒരു പ്രഖ്യാപനമാണ്. യേശു ജീവൻ നൽകിയവൻ മാത്രമല്ല, അവൻ തന്നെയാണ് ജീവൻ. ലാസർ മരിച്ച സാഹചര്യത്തിൽ പറഞ്ഞതായ ഈ വാക്കുകൾ മനുഷ്യരുടെ പ്രതീക്ഷ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു എന്ന സത്യത്തെ കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ചില മരണ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. തകർന്ന സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, പ്രത്യാശ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ. അവിടെ യേശു നമ്മോട് പറയുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസം എന്നത് സാഹചര്യങ്ങളെ കാണാതെ യേശുവിനെ കാണുന്നതാണ്. മരണം അന്ത്യമല്ല, അത് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കുന്ന വേദിയാണ്. ഈ വചനത്തിൻ്റെ അവസാനം യേശു പ്രകാരം ചോദിക്കുന്നുണ്ട്, നീ ഇത് വിശ്വസിക്കുന്നുവോ? ഇത് ഓരോരുത്തരോടും ചോദിക്കുന്നതായ വ്യക്തിപരമായ ചോദ്യമാണ്. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ യേശുവിനെ ജീവന്റെ ഉറവിടമായി വിശ്വസിക്കുന്നുണ്ടോ? എന്നെ മരിച്ച സാഹചര്യങ്ങളെ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നുണ്ടോ? ഉയർപ്പിൻ്റെ പ്രത്യാശയുള്ള ജീവിതം ഭയത്തിലല്ല, വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. വിശ്വാസത്തോടു കൂടി ഈ നോമ്പ് നാളുകളിൽ ജീവിക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം ആയിരിക്കട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഉയർപ്പിൻ്റെ കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൽ നീ ജീവന്റെ ഉറവിടമാകണമേ. നിരാശയുള്ള ഇടങ്ങളിൽ പ്രത്യാശ നൽകണമേ. എൻ്റെ വിശ്വാസം ശക്തമാക്കി നിന്നിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹത്തോടെ, ജോയലച്ചൻ.